അപ്പം എല്ലാവർക്കും മുത്തുമ്പഴത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സുസ്വാഗതം. ഒ.എൻ.വി. സാറിൻ്റെ ചലച്ചിത്ര ഗാനങ്ങളിലെ അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, പാടുക അല്ലെങ്കിൽ പാടി പാട്ട്. ഇത് ഏതെല്ലാം ചിത്രങ്ങളിലെ ഗാനങ്ങളിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പറയാൻ പോകുന്നൊരു ചിത്രം 80s സ്ഫോടനം. മമ്മൂട്ടി സാറൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, തുടക്കകാലത്തെ പടമാണ്. അന്തരിച്ചുപോയ ശ്രീ P.G. വിശ്വംഭര സാറാണ് ഇതിൻ്റെ സംവിധായകൻ. ഈ ചിത്രം സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ശങ്കർ ഗണേഷ്. ആ ജോഡി അറിയാമല്ലോ, പല നല്ല ഗാനങ്ങളും ചെയ്തിട്ടുള്ളതാണ് ശങ്കർ ഗണേഷ്. അപ്പോൾ സ്ഫോടനം എന്നുള്ള ചിത്രത്തിലെ ഏതേത് ഗാനങ്ങളിലാണ് ഈ പദം ഒളിഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ യേശുദാസ് സാർ പാടിയ ഒരു ഗാനമുണ്ട്, അതാദ്യം പറയാം. കാർക്കുഴലിൽ പൂവു ചൂടിയ കറുത്ത പെണ്ണേ, വാർതിങ്കൾ പൂവു ചൂടിയ കറുത്ത പെണ്ണേ, കറുത്ത പെണ്ണേ, ഇതിലേവാ തോണി തുഴഞ്ഞിതിലേവാ, ഇവിടത്തെ കടവത്തെ കൈത പൂത്തു, ഇവിടത്തെ കടവത്തെ കൈത പൂത്തു. ഇങ്ങനെയാണ് പല്ലവി തുടങ്ങുന്നത്. കാർക്കുഴലിൽ പൂവു ചൂടിയ കറുത്ത പെണ്ണേ. ഇതിന്റെ ചരണത്തിലേക്ക് എത്തുമ്പോഴേക്കാണ് അറിയാത്ത മാണിക്യ മതിലകത്ത് അരുമയായി പാടുമെൻ കിളിമകളെ. കണ്ടോ, അറിയാത്ത മാണിക്യ മതിലകത്ത് അരുമയായി പാടുമെൻ കിളിമകളെ. കണ്ടോ, അവിടെ പല്ലവിൽ പ്രയോഗിച്ചില്ല, അനുപല്ലവിൽ ദേ വന്നിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചാണ് പല്ലവിയിൽ പ്രയോഗിച്ചില്ല, അതാ വരുന്നു അനുപല്ലവിയിൽ. അപ്പോൾ സ്ഫോടനം എന്നുള്ള ചിത്രത്തിലെ കാർക്കുടലിൽ പൂവ് ചൂടിയ കറുത്ത പെണ്ണെ എന്നുള്ള, എന്താ പറയുക, നമുക്ക് എത്ര കേട്ടാലും മതിവരാത്തൊരു ഗാനമാണ്. ഒരു പ്രത്യേക മ്യൂസിക്കാണ് അതിൻ്റെ സംഗീത സംവിധാനം. അപ്പോൾ അതിൽ ഈ വാക്ക് അദ്ദേഹം അനുപല്ലവിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിലെ ഒരു എന്താ പറയുക, ഒരു കോറസ് എല്ലാവരും കൂടെ ചേർന്നുള്ളൊരു സംഘഗാനം. അത് ജയചന്ദ്ര സാറും ജോളി എബ്രഹാമും വാണിയമ്മയും വസന്തമ്മയും എല്ലാം കൂടെ ചേർന്ന് പാടിക്കുന്നതാണ്. നല്ല രസകരമായ ഒരു ഗാനമാണ്, കയറി വിരിക്കുന്നതായിട്ടാണ്. വളകിലുക്കം കേൾക്കണല്ലോ, ആരാരോ പോണതാരോ, കളിയോടെ കളി പറയും കായൽ തിരകളാണേ, എൻ്റെ പെണ്ണിൻ വളകിലുക്കം എങ്ങാനും കേൾക്കുന്നുണ്ടോ, കയറ് പിരിക്കും പെണ്ണാണല്ലോ, കൈ നിറയെ വളകളില്ലല്ലോ. ഇങ്ങനെ തുടങ്ങുന്ന രസകരമായ, എനിക്ക് തോന്നുന്നു പഴയ കാലഘട്ടത്തിൽ എല്ലാവരും പാടിയിരുന്നൊരു ഗാനമാണ്. ഇപ്പോഴുള്ളവർക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു ഗാനം തന്നെയാണ്. പല്ലവിയില പദം നമ്മൾ തേടി ഉപയോഗിച്ചില്ല, ദേ വരുന്നു ഒട്ടും താമസിയാതെ ചരണത്തിലേക്ക്. ചിന്തൂരം തൊട്ടാൽ പോരാ ചിന്തൊന്നു പാടിയാടേണം. കണ്ടോ, ചിന്തൂരം തൊട്ടാണ്ട് നാടൻ കൊളോക്കിയൻ വേർഡിലാണ് ചിന്തൂരം തൊട്ടാൽ പോരാ ചിന്തൊന്നു പാടിയാടേണം. അവിടെ പാടിയാടേണം, അത് വന്നു കഴിഞ്ഞു വാക്ക്. ചിന്തൂരം തൊട്ടാൽ പോരാ ചിന്തൊന്നു പാടിയാടേണം. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഫോടനത്തിലെ ഈ പറഞ്ഞ രണ്ട് ഗാനങ്ങളിലും വന്നു കഴിഞ്ഞു അല്ലേ. കാർക്കുഴലിലും പറഞ്ഞു കഴിഞ്ഞു, നമ്മളിപ്പോൾ പറഞ്ഞ വളകിലുക്കം രണ്ടിലും ഒ.എൻ.വി. സാറ് ഈ വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. ഇതിനൊരു മൂന്നാമത്തെ ഗാനമുണ്ട്, ജാനകി അമ്മയാണ് ഇത് ആലപിച്ചിരിക്കുന്നത്. ഒരു നൃത്തരംഗമായിട്ടാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. മാരി മാരി പൂമാരി മാനം പെയ്തു പൂമാരി എന്നാണ് തുടങ്ങുന്നത്. ഇതിൻ്റെ അനുപല്ലവിയുടെ അവസാന ഭാഗത്തിലാണ് കൊട്ടും കൂത്തും കുരവപ്പൂവും പാട്ടിൻ്റെ തേൻകുടം. പാട്ടിൻ്റെ തേൻകുടം വച്ചു മറന്നു. മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ നമ്മൾ പറഞ്ഞതാണ്. പാട്ടിൻ്റെ തേൻകിണ്ണം, പാൽക്കിണ്ണം, തേൻകുടം, ഇതാ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്, പാട്ടിൻ്റെ തേൻകുടം. അപ്പോൾ അത് അദ്ദേഹം വീണ്ടും ഇവിടെ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ചരണത്തിലും ഈ വാക്ക് വന്നിട്ടുണ്ട് ഈ ഗാനത്തിൽ. സ്ഫോടനം എന്നുള്ള ചിത്രത്തിലെ 3 ഗാനങ്ങളിലും ഒ.എൻ.വി. സാറ് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ശങ്കർ ഗണേഷാണ് സംഗീത സംവിധായകൻ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത പല ചിത്രങ്ങളിലും അദ്ദേഹത്തിന് നമ്മളെല്ലാം കേട്ടു മറന്ന അല്ലെങ്കിൽ മനസ്സിൽ വെച്ച് താലോലിക്കുന്നതായിട്ടുള്ള ഗാനങ്ങളിൽ ഈ വാക്ക് പതിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും ഈ ഗവേഷണമായിട്ട് വരും. അതുവരെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം.